BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ഓണവിപണിയിൽ നേട്ടം കൊയ്ത് കുടുംബശ്രീ. ജില്ലയിൽ 205 കുടുംബശ്രീ ഓണ വിപണന മേളകളിലായി 3,55,15,504 രൂപയാണ് വിറ്റുവരവ്. 82 പഞ്ചായത്തുകളിലും 13 മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനിലുമാണ് ചന്തകൾ സംഘടിപ്പിച്ചത്. 5,597 കുടുംബശ്രീ സംരംഭകരും 3,102 JLGK ഗ്രൂപ്പുകളും വിപണനത്തിന്റെ ഭാഗമായി CDS തല ഓണച്ചന്തകൾ, ജില്ലാതല ഓണച്ചന്തകൾ എന്നിവ വഴിയാണ് ജില്ലയിൽ ഈ നേട്ടം കൈവരിച്ചത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 1/2 കോടിയുടെ അധിക വിൽപ്പനയാണ് ഇത്തവണയുണ്ടായത്. 3 കോടിയായിരുന്നു മുൻവർഷം ഓണക്കാല വിറ്റുവരവ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മേളകൾ സംഘടിപ്പിച്ചതും ഇത്തവണ എറണാകുളത്താണ്. ഒരു വീട്ടിലേക്ക് ആവശ്യമായ മുഴുവൻ ചേരുവകളും ഒറ്റ കുടക്കീഴിൽ ഒരുക്കുന്ന വിധമാണ് കുടുംബശ്രീ മേളകൾ ക്രമീകരിച്ചത്. കുടുംബശ്രീ സ്വന്തം ബ്രാൻഡിൽ പുറത്തിറക്കിയ ശർക്കര വരട്ടിയും ചിപ്സും പായസവും ഒക്കെയായിരുന്നു വിപണിയിലെ താരങ്ങൾ. ഉപഭോക്താക്കൾക്ക് ഏറെ പ്രിയങ്കരമായ പരിപ്പ്, ഗോതമ്പ് പായസങ്ങൾ മേളയിൽ പ്രധാനമായും സജ്ജീകരിച്ചിരുന്നു. പ്രാദേശിക ഉൽപ്പന്നങ്ങൾ മുതൽ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, ചിക്കൻ മസാല, അരിപ്പൊടി എന്നിവയെല്ലാം വിൽപ്പനയ്ക്കെത്തിച്ചിരുന്നു. പ്രാദേശിക സാധ്യതകൾ ഉൾപ്പെടുത്തി എല്ലാ വിഭവങ്ങളും മേളയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞതിനാൽ ജനകീയമായ പിന്തുണ മേളയ്ക്ക് ലഭിച്ചതായും കുടുംബശ്രീ അധികൃതർ പറഞ്ഞു. സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്നാരോപിച്ച് നടി റിമ കല്ലിങ്കൽ പോലീസിൽ പരാതി നൽകി. വ്യക്തിഹത്യ ചെയ്യുന്നുവെന്നും തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നുവെന്നും പരാതിപ്പെട്ടു. കൊച്ചി DCPക്കാണ് പരാതി നൽകിയത്. പരാതി പ്രാഥമിക അന്വേഷണത്തിനായി എറണാകുളം SP P രാജ്കുമാറിന് കൈമാറി. സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതിച്ഛായ തകർക്കാൻ ശ്രമിക്കുന്നതായും റിമയുടെ പരാതിയിൽ പറയുന്നു. ഓൺലൈനായാണ് പരാതി നൽകിയത്. സമൂഹ മാധ്യമത്തിൽ വന്ന കുറിപ്പ് ആസ്പദമാക്കി തനിക്കെതിരെ വാസ്തവമല്ലാത്ത കാര്യങ്ങൾ ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചെന്നും പരാതിയിൽ പറയുന്നു. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവനശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വിപണിയിലെത്തുന്ന ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർന്നിട്ടില്ലെന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കുണ്ടെന്ന് ഹൈക്കോടതി. മായം കലരാത്ത ഭക്ഷണം ലഭിക്കുക എന്നത് പൗരന്റെ മൗലിക അവകാശമാണ്. ഭക്ഷ്യവസ്തുക്കളിൽ മായം കലർത്തി വിൽക്കുന്നവർക്കെതിരെ പ്രോസിക്യൂഷൻ ഉറപ്പാക്കാൻ തക്കവിധം ഭക്ഷ്യസുരക്ഷാ നിലവാര ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെന്നും ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ നിർദ്ദേശിച്ചു. 2015 കണ്ണൂർ ധർമ്മടം ഫുഡ് സേഫ്റ്റി ഓഫീസർ സമാഹരിച്ച ഗ്രീൻ ഐസ് ടീ സാമ്പിൾ ഭക്ഷ്യയോഗ്യമല്ലെന്നാരോപിച്ചുള്ള കേസ് നടപടി ചോദ്യം ചെയ്ത് പെപ്സിക്കോ ഇന്ത്യ ഹോൾഡിംഗ്സ് നൽകിയ ഹർജിയിലാണ് കോടതിയുടെ വിധി. വ്യത്യസ്ത ലാബ് റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ പ്രോസിക്യൂഷൻ നിലനിൽക്കില്ലെന്നും വ്യക്തമാക്കിയ കോടതി കേസ് റദ്ദാക്കി. വിവിധ പരിശോധനകളിൽ മായം കണ്ടെത്തിയാൽ പോലും കണ്ടെത്തൽ സമാനമല്ലെങ്കിൽ ഭക്ഷ്യസുരക്ഷാ നിലവാര നിയമചട്ടങ്ങളിലെ പഴുതുമൂലം നടപടി സാധിക്കാത്ത സ്ഥിതിയുണ്ടെന്നും കോടതി പറഞ്ഞു. ഫുഡ് അനലിസ്റ്റിന്റെ കണ്ടെത്തൽ ചോദ്യം ചെയ്യുന്ന അപ്പീലിൽ റഫറൽ ലബോറട്ടറി പരിശോധന നടത്തി റിപ്പോർട്ട് അതേപടി ശരിവെച്ചാൽ മാത്രമേ നടപടി സാധിക്കൂ. ഈ അപാകത പരിഹരിക്കാൻ നിയമ ഭേദഗതിക്ക് നിർദ്ദേശിച്ച കോടതി വിധിന്യായത്തിന്റെ പകർപ്പ് കേന്ദ്ര സർക്കാരിന് അയച്ചു നൽകാനും നിർദ്ദേശിച്ചു. ഭർത്താവിന്റെ സഹോദരനായ സിവിൽ പോലീസ് ഓഫീസർക്ക് സഹായകരമായ നിലപാട് സ്വീകരിച്ച വീട്ടമ്മയ്ക്ക് നീതി നിഷേധിക്കുകയാണെന്ന പരാതി മനുഷ്യാവകാശ കമ്മീഷൻ നേരിട്ട് അന്വേഷിക്കും. കമ്മീഷന്റെ ചീഫ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്കാണ് കമ്മീഷൻ അംഗം VK ബീനാകുമാരി നിർദ്ദേശം നൽകിയത്. അന്വേഷണ റിപ്പോർട്ട് 2 മാസത്തിനകം സമർപ്പിക്കണം. പരാതിക്കാരിയും ഭർത്താവും സർക്കാർ ഉദ്യോഗസ്ഥരാണ്. പോലീസുകാരനായ എതിർകക്ഷി തന്നെയും ഭർത്താവിനെയും കള്ളക്കേസിൽ കുടുക്കി ഉപദ്രവിക്കുകയാണെന്നാണ് പരാതി. എറണാകുളം റൂറൽ ജില്ലാ പോലീസ് മേധാവിയിൽ നിന്നും റിപ്പോർട്ട് വാങ്ങി പരാതിക്കാരിയും എതിർകക്ഷിയും തമ്മിൽ കാലാകാലങ്ങളായി വസ്തുതർക്കം നിലനിൽക്കുകയാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എതിർകക്ഷിയുടെ ഭാര്യയുടെ മൊഴി പ്രകാരം 2022 ഏപ്രിൽ 29 കുന്നത്തുനാട് പോലീസ് 286/22 നമ്പറായി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പിന്നീട് കേസ് തെറ്റാണെന്ന് മനസ്സിലാക്കി കോടതിയിൽ അന്തിമ റിപ്പോർട്ട് നൽകി. 2023 ജൂലൈ 24 പരാതിക്കാരിയുടെ ഭർത്താവ് എതിർകക്ഷിയുടെ വീട്ടിലേക്ക് ടൈൽ വലിച്ചെറിഞ്ഞെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ഇക്കാര്യം CCTV ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലായതിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരിയുടെ ഭർത്താവിന് കർശനമായ താക്കീത് നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. എന്നാൽ പോലീസുകാരനായ എതിർകക്ഷിക്ക് അനുകൂലമായ നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നും പരാതിക്കാരി കമ്മീഷനെ അറിയിച്ചു. പോലീസുകാരൻ ചെയ്യുന്ന കാര്യങ്ങൾ അവഗണിച്ച് പരാതിക്കാരിയുടെയും കുടുംബത്തിന്റെയും പേരിൽ കള്ളക്കേസെടുക്കുകയാണെന്നും പരാതിക്കാരി അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് വിഷയം നേരിട്ട് അന്വേഷിക്കാൻ കമ്മീഷൻ തീരുമാനിച്ചത്.
ഇന്ത്യൻ സൂപ്പർ ലീഗ് 2024 JNL സ്റ്റേഡിയത്തിലെ മത്സരങ്ങൾ കണക്കിലെടുത്ത് ഫുട്ബോൾ ആരാധകർക്കായി കൊച്ചി മെട്രോ ട്രെയിൻ സർവീസ് വിപുലീകരിക്കുന്നു. ISL മത്സര ദിവസങ്ങളിൽ അവസാന റവന്യൂ സർവീസ് JNL സ്റ്റേഡിയത്തിൽ നിന്ന് ആലുവയിലേക്കും തൃപ്പൂണിത്തുറയിലേക്കും രാത്രി 11 മണിക്കായിരിക്കും പുറപ്പെടുന്നത്. ISL മത്സരങ്ങൾ നടക്കുന്ന സമയത്ത് യാത്രക്കാർക്ക് വേണ്ടി അധിക യാത്രകളും മറ്റ് പ്രത്യേക ക്രമീകരണങ്ങളും JNL സ്റ്റേഡിയം സ്റ്റേഷനിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സുംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.